കിട്ടി മീനെടുത്തു. അടിച്ചടിച്ചടിച്ചടിച്ച്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. താഴോട്ട് ഇറങ്ങണം. ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഞാനിപ്പോൾ പാലത്തിൻ്റെ അടിയിൽ ഭാഗത്താണ് ഉള്ളത്. വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക. വേറെ രക്ഷയില്ല. മീൻ കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ തന്നെ ഇടുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. ചില സമയം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇട്ടപ്പാടന്നെ കരിമീൻ അടിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അടിക്കില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടാക്കിയിട്ടാണ് ഇടുക. കിട്ടുന്നത് മാത്രം, അതായത് കരിമീൻ കിട്ടുന്നത് മാത്രമേ ഇടുന്നുള്ളൂ. ചില സമയം കരിമീൻ എടുത്തു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല, അപ്പോഴത്തേക്ക് എടുത്ത് ഓടും. അതുമാത്രമല്ല, ചിലപ്പോൾ വലിയ കരിമീനാണെങ്കിൽ വലിച്ചിട്ട് കണ്ണിയെല്ലാം പൊട്ടിച്ച് കളയും. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധയോടെ നിൽക്കണം. എപ്പോഴാണ് എടുത്തിട്ട് ഓടുക എന്ന് പറയാൻ പറ്റില്ല. ഇത് മീൻ കിട്ടുന്ന നല്ലൊരു സ്പോട്ടാണ്. അടിപൊളി വൈബ്, നല്ല അടിപൊളി സ്ഥലമാണ്. എവിടെ നിന്ന് ഇട്ട് നോക്കാം. വൈകുന്നേരം സമയങ്ങളിലൊക്കെ പുഴക്കരയിൽ ഇങ്ങനെ വന്നിരിക്കുക എന്ന് പറയുന്നത് നല്ല അടിപൊളി രസമുള്ളൊരു പരിപാടിയാണ്. കണ്ണിനും അതുപോലെ തന്നെ മനസ്സ് റീഫ്രഷ് ആവാനും ഒക്കെ നല്ലതാണ് നമ്മൾക്ക് ഇതുപോലെ പുഴക്കരയിലൊക്കെ ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, സുരക്ഷിതമായിട്ടുള്ള സ്ഥലം മാത്രം തിരഞ്ഞെടുക്കുക. അപകടം വിളിച്ചു വരുത്തരുത്. ഇവിടെ മീൻ കാണുന്നുണ്ട്. എടുക്കുന്നുണ്ട്. അടിച്ചടിച്ചടിച്ച്. നല്ല അടിപൊളി കരിമീൻ. നല്ല മഞ്ഞക്കരിമീൻ, അത്യാവശ്യം സൈസ് ഉണ്ട്. ഇവിടെ തന്നെ ഒന്നും കൂടി ഇട്ട് നോക്കാം. ഇവിടെ കരിമീൻ കാണുന്നുണ്ട് ഒരുപാട്. അടിച്ചടിച്ചടിച്ചടിച്ച്. രണ്ടാമത്തെ കരിമീൻ. നല്ല സൈസിൽ അടിപൊളി കരിമീനാണ്. ഭയങ്കരമായിട്ട് പിടക്കുന്നു. നോക്കിയിട്ട് പിടിച്ചിട്ടെങ്കിൽ കൈക്ക് നല്ല ശരിക്കും മുള്ളു കൊള്ളും. നല്ല സൂചിയിലെ മുള്ളാണ് ഇതിൻ്റെ. അവിടെ കിടക്കട്ടെ, കുറച്ച് കഴിയുമ്പോൾ എടുക്കാം.
ഇവിടെ ഒരു കരിമീൻ കാണുന്നുണ്ട്. അതിൻ്റെ വായിലേക്ക് തന്നെ ഇട്ട് നോക്കാം, എടുക്കുന്നുണ്ടോ നോക്കാമല്ലോ. ആഹാ, മൂന്നാമത്തെ കരിമീൻ ഒരേ സ്ഥലത്തുനിന്ന്. അടിപൊളി, നല്ല വലിപ്പമുണ്ട്. തീറ്റയുടെ ഗുണം കൊണ്ടായിരിക്കണം ഇട്ടപാടെ പെട്ടെന്ന് എടുത്തു. തീറ്റ അടിപൊളിയാണ് കേട്ടോ ഇതിന്. നല്ല അടിപൊളി കരിമീനായി തീറ്റയിൽ കിട്ടുന്ന. ഉണ്ടാ, നല്ല അടിപൊളി കരിമീൻ, സൈസുള്ള കരിമീൻ. നല്ല കളറ്, നല്ല സ്റ്റൈല് കണ്ട. തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ആവശ്യമെങ്കിൽ പോയിട്ട് കാണാവുന്നതാണ്. കവറിലേക്ക് മാറ്റാം. കൂട്ടത്തിലെ കരിമീനെ കാണാതാവുന്നത് മറ്റുള്ള കരിമീൻ അറിയുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും കിട്ടിയ സ്ഥലത്ത് തന്നെ കിട്ടുന്നുണ്ട്. അയ്യോ, താഴെ പോയി കിടക്ക്. ഇവിടെ നിന്ന് കിട്ടി, വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടാ. നല്ല സൈസുള്ള സാധനം. നല്ല അടിപൊളി കരിമീൻ. ഒരു ബലൂൺ ഒഴുകി വരുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ കണ്ണിന് കുളിർമേകുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് വൈകുന്നേരങ്ങളിൽ ഇതുപോലുള്ള പുഴക്കരയിലും കടൽക്കരയിലും ഒക്കെ പോയിരിക്കാൻ. കൊത്തിക്കൊണ്ട്, അയ്യോ, മിസ് 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 മിസ്. അത് മിസ്സായി. നമുക്കൊന്നും കൂടെ അവിടെ തന്നെ ഇട്ട് നോക്കാം. നല്ല അടിപൊളി കരിമീൻ. വീഡിയോ കറക്റ്റ് റെക്കോർഡായില്ല, വീഡിയോ മിസ്സായിപ്പോയി.
നല്ല അടിപൊളി കരിമീനായിരുന്നു. അടിച്ചടിച്ചടിച്ച് നല്ല സൈസുള്ള കരിമീൻ. മഞ്ഞയല്ല, നല്ല കറുത്ത കളറ്. വിഴിഞ്ഞ് ഇതെടുക്കണ കുറച്ച് പണിയായിരിക്കും. കാണുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം സൈസിലുള്ള കരിമീൻ. എന്തിനോ പിടിച്ചിട്ടുണ്ട്. ചെമ്പൂത്തിൻ്റെ ചിറകാന്ന് തോന്നുന്നു. ഇതിൻ്റെ ചിറക് ഇനി കുറച്ച് മാറ്റി ചൂണ്ടയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അടിച്ചിട്ടുണ്ട്, ചെറിയതാണെന്ന് തോന്നുന്നു. ചെറുതാണ്, വളരെ ചെറുതാണ്. കണ്ടോ, ചെറിയതല്ലേ. പിടക്കാണ്ടിരിക്കുക. ചെറിയ കുഞ്ഞൻ കരിമീൻ. ഇതിലെടുക്കുന്നില്ല, അതിനെ കളയാം. ഗുഡ് ബൈ. പോയിട്ട് വലുതായിട്ട് വാ. സമയം ഒരുപാട് വൈകി. ഇവിടെ മീൻ പിടിക്കുന്ന ഒരാളെ കാണാം, കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ. ഞാനിപ്പോൾ വേറെ സ്ഥലത്ത് വന്നു. ഇവർ മലയാളിയല്ല. കണ്ണ് കണ്ടിട്ട് പേടിക്കണ്ട. കണ്ണ് മാത്രമേ ഉള്ളൂ, കടിക്കുകയൊന്നുമില്ല. മൊത്തം മൈദയിൽ കുടിച്ചിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയ ചെറുതാ. ഇതും കേട്ടേ, ചെറുതല്ലേ. കയ്യിലെടുത്തൊന്ന് കൈ കഴിയാ. ഇത് അല്ലെങ്കിൽ സ്മെല്ല് പിടിക്കാൻ മാറ്റാം. അല്ലേ, ചെറുതല്ലേ. വെയിലത്ത് വെള്ളം ഉണ്ട്, അത് പിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. എനിക്ക് കണക്കില്ല. 100 പ്രാവശ്യം ഇട്ട് ചേരക കളി നല്ല വേറെ പ്രയോജനമില്ല. കിട്ടുന്നില്ലേ? മൈദയിൽ കുളിക്കുന്നല്ലേ. പോയിട്ട് ഇരുട്ടായി, ഇനി കിട്ടുന്നില്ല. അടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? വലിക്കുന്നുണ്ട് ഒരു വക. അത് പിടിച്ച് നിങ്ങൾ വരലുണ്ട് ഇപ്പോൾ. കട്ടാൻ വേണ്ടി ചൂണ്ടാക്കാൻ വേണ്ടി. ഇത് കണ്ണി പറയണ കണ്ണി. ഇത് ചെറിയ കണ്ണി. എത്ര നമ്പർ? ഇതെത്ര? 20. ഈല പിടിക്കുക വലിപ്പം. ഈല വലിപ്പം പിടിക്കൽ. വലുതിൽ ഞാൻ വലിപ്പം പിടിക്കലില്ല തന്നെ.
നല്ല കണ്ണിന് കാണുന്നതിന് കണ്ടെങ്കിൽ പിന്നെ എടുക്കല്. കരിമീൻ മറ്റല്ലേ കച്ചായില്ലേ വേണ്ട അത് വലിയ വലുതാണ്. കാണുന്നുണ്ട നേരത്തെ നിൽപ്പാണല്ലോ. ഇതെന്ത് സംഭവം? ഇപ്പം തന്നെ ഇട്ടായി. ആളെന്തിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് കാണുന്നുണ്ടോ? ഒൽപ്പയുണ്ടോ വലുതിൽ ഇപ്പോൾ? പോയാ സാധനം പോയത് എന്താ തൊടുന്നുണ്ടോ? യാത്ര മനസ്സിലായില്ലേ പഠിക്കാൻ മനസ്സിലാവൂ? മനസ്സിലാകുന്നില്ല ഇപ്പം. കൊടുത്ത് നിങ്ങൾക്ക് കിട്ടിയ മീൻ കൊടുത്തു? ചെറുത് അധികം ഒരു കയ്യിലെടുത്ത് കാണിച്ച കയ്യിൽ ചെറുതല്ലേ ചെറുതല്ലേ ചെറുത് മതി കറിക്കയിലേ അതല്ലേ. ഇന്ന് ഇത്ര കരിമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി വലിയ സൈസുള്ള കരിമീനാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ രാത്രി തിരുതക്കുട്ടിയെ പിടിക്കാൻ നോക്കി, കിട്ടിയിട്ടില്ല. ഞാൻ തിരുതയെ പിടിക്കുന്ന ഒരു വീഡിയോ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.